ഇഷാൻ. ഓ, ഹി ഈസ് നോട്ട് ഹിയർ. നിങ്ങളാരാ? നന്ദൻ, അവന്റെ ഫ്രണ്ടാ. ഓ, ഐ എം ഇഷ, അവൻ്റെ സിസ്റ്റർ. അവനിപ്പോൾ വരും. വേണമെങ്കിൽ അകത്തിരിക്കാം. വേണ്ട, ഞാൻ പിന്നെ വരാം. നിനക്ക് ഉറപ്പാണോ അത് അവളാണെന്ന്? എനിക്കറിയില്ല, പക്ഷെ അവൾക്ക് അതേ മുഖം. ആഹാ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? അവനെവിടെ? മിസ് യു സോ മച്ച്. നിനക്ക് എന്നെ മിസ് ചെയ്തല്ലേ? മുഖം കണ്ടാലേ അറിയാം. ഇവനെവിടെ ഉള്ളോണ്ടാ, അല്ലെങ്കിൽ കയറി വന്നപ്പോഴാ മിസ്സിങ് അങ്ങ് തീർത്തനെ. ആൻറ്റി ഞങ്ങളിവിടെ. നിനക്ക് എന്തു പറ്റി? ഒന്നും മിണ്ടുന്നില്ലല്ലോ. അവനിനി മിണ്ടാൻ പോകുന്നില്ല. അമ്മ അതൊരു പണിയല്ല കൊടുത്തേ. എന്താ നിനക്ക് നിന്നെ പോലൊരു അനിയത്തിയുള്ള കാര്യം മറച്ചു വെച്ചല്ലേ? ഓ ഈഷ, നീ വീട്ടിൽ വന്നപ്പോൾ അവളെന്തെങ്കിലും പറഞ്ഞോ? പറയാൻ സാധ്യതയുണ്ട്. ടീനേജിൻ്റെ എല്ലാ കുരുത്തക്കേടും ഉണ്ട്. ഞങ്ങളെ കാണാൻ ഒരു പുനയുണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എനിക്കിതുവരെ തോന്നിയിട്ടില്ല. അതിപ്പോൾ ഇവിടെ പറയാൻ കാരണം ഉണ്ടല്ലോ. അവൻ പ്രേമിക്കേണ്ടിയിരുന്നത് നിന്നെയല്ല, നിന്റെ അനിയത്തിയെയാ. നീ ഇതെന്തൊക്കെയാടി പറയുന്നേ? നന്ദ, നീ എപ്പോഴും പറയാനുള്ള സ്വപ്നത്തിൻ്റെ കാര്യമാണോ ഇവനിപ്പോൾ പറഞ്ഞേ? അത് കാരണമാണോ നീ എന്നെ പ്രേമിച്ചേ? അത് വേറെ ഒരു സ്വപ്നമല്ല ഇഷാൻ. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. പിന്നെ ഇവൻ പറയുന്നതാണോ ഞാൻ മനസ്സിലാക്കണ്ടേ? ഇത്രയും കാലം ഒരുമിച്ച് പ്രേമമാണെന്ന് പറഞ്ഞ് നടന്നിട്ട് ഇപ്പം നിന്നെയല്ല, ഒരിക്കൽ പോലും കാണാത്ത നിന്റെ അനിയത്തിയാ പ്രേമിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കൈയും കെട്ടി നോക്കി നിൽക്കണോ? നീ നിർത്ത്, എനിക്കൊരല്പ സമയം എന്താ? നീ എത്ര സമയം വേണമെങ്കിലും എടുത്തോ, പക്ഷെ നീ ഈ കാര്യം പറഞ്ഞേ എൻ്റെ പുറകെ വന്നേക്കരുത്. ഇഷാൻ, നീ ഡോറ് തുറക്കുന്നതോ ഞാൻ ചവിട്ടി പൊളിക്കണോ? അവൻ നാട്ടിൽ വന്നെന്ന് ഞാൻ അറിഞ്ഞു. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. ഒന്നും ഇല്ലാത്തത് കൊണ്ടാണോ നീ കഥ കടിച്ച് ഇതിനകത്തിരിക്കുന്നേ? ആൻറ്റിക്കും അങ്കിളിനും ഇപ്പോഴേ സംശയമുണ്ട്. നീ കാര്യം എന്താണെന്ന് വെച്ച് പറ. കയറി വന്നപ്പോഴേ ഒരെണ്ണം പൊട്ടിക്കണം എന്ന് വിചാരിച്ചതാ. പിന്നെ ചിന്തിച്ചപ്പോൾ എൻ്റെ ആവശ്യമില്ലെന്ന് തോന്നി. ഇത് തുടങ്ങിയപ്പോഴേ അവനോട് ഞാൻ പറഞ്ഞതാ വേണ്ടെന്ന്. ഇങ്ങനെ അവസാനിക്കുകയാണെങ്കിൽ ഏറെ സന്തോഷം. പക്ഷെ അവൻ്റെ സങ്കടം കണ്ടു നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നേ. വെളിവും ബോധവും ഇല്ലാത്ത നിന്നോട് എന്തു പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എല്ലാത്തിനും ഒരു മാന്യതയുണ്ട്. ഒന്നെങ്കിൽ അവനോട് സംസാരിച്ചെല്ലാം സോൾവ് ചെയ്യാം, അതല്ലെങ്കിൽ മാന്യമായൊരു ബ്രേക്കപ്പ്. ഹായ് ബ്രോ, അന്ന് കണ്ടതാണല്ലോ, പിന്നെ ഇങ്ങോട്ട് വന്നതേ ഇല്ല. കയറി പോടിയകത്ത്. ആരെങ്കിലും വന്ന് അപ്പം ഇറങ്ങിക്കോളും. അധികം ഒച്ചപ്പാടും ബഹളമൊന്നും വേണ്ട, മനസ്സിലായല്ലോ? സോറി. എനിക്കൊന്നും കേൾക്കണ്ട. നീ എൻ്റെ ഭാഗത്ത് നിന്നൊന്ന് ചിന്തിക്കേ. വർഷങ്ങളായി സ്വപ്നത്തെ കാണുന്നൊരു മുഖം. നിനക്കും അവൾക്കും ഒരുപോലെ. ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയി. സമയം ചോദിച്ചത് വേറൊന്നിനും വേണ്ടിയല്ല. നിന്നെ അവളെ ഒരുമിച്ച് കാണുമ്പോൾ എനിക്കെന്തോ കുറ്റബോധം അതായിരിക്കുമല്ലേ? അങ്ങനെയല്ല. ഇത്രയായ സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം കൂടി പറയാം. നീ എപ്പോഴും എന്നോട് ചോദിക്കാറില്ലേ സ്വപ്നം കാണാറുണ്ടോന്ന്? ഉണ്ട്. പക്ഷെ അത് നീ പറയുന്ന പോലെ കൊട്ടാരം രാജകുമാരനൊന്നും അല്ല. നിന്റെ കൂടെ ഉണ്ടായിരുന്ന പല മൊമെന്റ്സും ഞാൻ മുൻപേ കണ്ടിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് എ ദേജാവു. അതൊക്കെ വെറും കോയിൻസിഡൻസ് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. നോ ഇഷാൻ, നിനക്ക് ഫ്യൂച്ചറും എനിക്ക് പാസ്റ്റുമാ കാണാൻ പറ്റിയിരുന്നത്. അപ്പൊ എനിക്ക് തെറ്റിയിട്ടില്ല. നീ തന്നെ വിട്ട്. സ്വപ്നത്തിൽ കണ്ട നിന്നെയല്ല, ഇതുപോലെ എൻ്റെ മുമ്പിൽ വന്ന് നിന്ന നന്ദനെയാ ഞാൻ സ്നേഹിച്ചേ. സോറി. പ്രശ്നമൊക്കെ സോൾവ് ചെയ്തെന്ന് പറയാനാണ് നീ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചേ? അത് ഫോണിൽ കൂടെ പറഞ്ഞ പോരായിരുന്നോ? അതിനല്ല, അച്ഛനമ്മ വരൂ. ഈശാനെ വിളിച്ചിട്ടുണ്ട്. ഇന്ന് അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ എൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കി കൊടുക്കണം. ഞാൻ കുറച്ച് സാധനങ്ങളുടെ ലിസ്റ്റ് അയച്ചിട്ടുണ്ട്. നീ പോയി വാങ്ങിട്ട് വാ. എനിക്ക് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം. മൊത്തം പൊടിയാ. പെട്ടെന്ന് വരണേ. ക്ലീൻ ചെയ്യാനായിരിക്കും. ഇവൻ എത്ര പെട്ടെന്ന് വന്നോ? അകത്തേക്ക് പോലും വിളിക്കില്ലേ? സോറി, ഞാൻ പെട്ടെന്ന്. ദിസ് ഈസ് യുവർ ഹോം? ഇവിടെ ഒറ്റയ്ക്കാണോ താമസം? ആക്ച്വലി അല്ല, അച്ഛനമ്മയുണ്ട്, പക്ഷെ ഇപ്പൊ ഇവിടെ ഇല്ല. താനെന്താ പെട്ടെന്ന് ഇങ്ങോട്ട്? ഞങ്ങൾ ഇന്ന് തിരിച്ചു പോകും. ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. പോകുന്ന കാര്യമോ?
അവൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ തമ്മിൽ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ടോ? യെസ്. He is your best friend or boyfriend? ഇന്ന് ഡിന്നറിന് അവനെ ഇൻവൈറ്റ് ചെയ്തിരുന്നുവല്ലേ? അവൻ വരില്ല. ഇനി ഒരിക്കലും നിങ്ങൾ തമ്മിൽ കാണില്ല. നീ എന്തൊക്കെയായി പറയുന്നത്? നിങ്ങൾ തമ്മിൽ ഇന്നലെ കിസ് ചെയ്യുന്നത് ഞാൻ കണ്ടു. ഐ എം ashamed of you guys. ഇതുപോലെ ഒരുപാട് ആളുകളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ബട്ട് ഫസ്റ്റ് ടൈം, അതും എൻ്റെ ബ്രദർ. ഇതെല്ലാം സംഭവിച്ചത് നിങ്ങൾ കാരണോ? എൻ്റെ മമ്മിയും ഡാഡിയും ഒരുപാട് കരഞ്ഞു. അതും നീ കാരണം. ഒരുപാട് സംസാരിച്ചതിന് ശേഷം ഞങ്ങളുടെ കൂടെ വരാമെന്ന് സമ്മതിച്ചത്. പക്ഷേ അവൻ ഒരിക്കലും നിങ്ങളെ മറക്കില്ലെന്ന് ഡാഡിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. ഞങ്ങളുടെ ഫാമിലി, റെപ്യൂട്ടേഷൻ ഒന്നിനെ കുറിച്ചും അവൻ ചിന്തിച്ചിട്ടില്ല. എനിക്ക് എൻ്റെ ബ്രദറിനെ വേണം. അതിന് നിങ്ങളൊരു തടസ്സമാണ്. ഇഷ, നോ. Go to hell. കുമാര, മഹാരാജാവ് അങ്ങയെ അന്വേഷിക്കുന്നു. നമ്മൾ വീണ്ടും ഒരു യുദ്ധം കൂടി നേരിടേണ്ടി വരും. കഴിഞ്ഞ യുദ്ധത്തിൽ നിരവധി പടയാളികളും സ്വത്തും നഷ്ടമായി. വീണ്ടും ഒരു യുദ്ധം കൂടെ. അങ്ങ് വ്യാകുലപ്പെടാതിരിക്കോ. ഏതു വലിയ യുദ്ധമാണെങ്കിലും നമ്മൾ നേരിടും. എനിക്കെന്റെ പുത്രന്മാരിൽ വിശ്വാസമുണ്ട്. പക്ഷെ രാജ്യത്തിന്റെ ക്ഷേമവും ജനങ്ങളുടെ സമാധാനവും നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഗദ്വാൾ ദേശത്തോട് സഹായം അഭ്യർത്ഥിച്ചിരുന്നു. ആവശ്യമായ ധനം നൽകാമെന്ന് അവർ സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ അത് കൈപ്പറ്റുന്നതിന് നിങ്ങൾ രണ്ടുപേരും പോകണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. വസുന്ധരയെയും കുഞ്ഞുങ്ങളെയും വിട്ട് ജ്യേഷ്ഠ, അവരെ സംരക്ഷിക്കാൻ രാജ്യമുണ്ട്. എന്നാൽ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. ഇനി അല്പസമയം വിശ്രമിക്കാം. നമുക്കിനി ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. തടാകത്തിന് നടുവിലെ അമ്പൽപ്പൂക്കൾ കൊണ്ടുവരുന്നവർ ആരോ അവരാണ് പന്തയത്തിലെ വിജയി. പന്തയത്തിന് നാം തയ്യാർ. പകരം നമുക്കെന്ത്? ഈ സ്വർണ്ണാഭരണം. അനുജ, അരുത്. കൺമുന്നിൽ ഒരു ജീവൻ പോകുന്നത് നോക്കി നിൽക്കാൻ നമുക്ക് കഴിയില്ല. അവന്തിക, എന്താണിത്? ഒരു രാജ്യം മുഴുവൻ നിന്ന് ദീർഘായുസനായി പ്രാർത്ഥിക്കുമ്പോൾ നീ അലസത കാണിക്കുന്നത് ശരിയാണോ? പിതാവേ, ക്ഷമിച്ചാലും. ആരാണിവർ? എന്നെ രക്ഷപ്പെടുത്തിയവർ ഇവരാണ്. ഇതിനു മുൻപ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഇരുവരും എവിടെ നിന്ന് വരുന്നു? ഞങ്ങൾ ഗ്രാമത്തിലെ കർഷകരാണ്. അനന്തൻ, രുദ്രൻ ഒരു തൊഴിലന്വേഷിച്ച് വന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇവരെന്റെ കാവൽക്കാരാവട്ടെ. സമ്മതമാണോ? തെക്കുവശത്തെ മുറി ഇവർക്കായി നൽകൂ. അനുജ, നിന്റെ ഉദ്ദേശം എന്താണ്? ഈ രാജ്യത്തെക്കുറിച്ച് നിനക്ക് എന്തറിയാം? എണ്ണത്തിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ്. ശക്തിയേക്കാൾ കുതന്ത്രത്തിലും വശ്യതയിലും മികവ് പുലർത്തിയവർ. ചെമ്പകപ്പൂവിന്റെ നിറവും മാൻമിഴി കണ്ണുകളും. ആവശ്യതയിൽ ഞാനും അകപ്പെട്ടു ജ്യേഷ്ഠ. നമ്മുടെ ലക്ഷ്യവും മാർഗവും മറ്റൊന്നാണ്. ഇനിയും ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടതുണ്ട്. മാർഗമല്ലല്ലോ, ലക്ഷ്യമല്ലേ പ്രധാനം. നമുക്കെന്തുകൊണ്ട് ഈ രാജ്യത്തോട് സഹായം ചോദിച്ചുകൂടാ? അസംബന്ധം പറയാതിരിക്കും അനുജ. ജ്യേഷ്ഠന് കുടുംബവും കുഞ്ഞുങ്ങളും ആയില്ലേ. ഇനിയെങ്കിലും. എവിടെ? എനിക്കുള്ള സമ്മാനം അത് വിജയിച്ചവർക്കുള്ളതാണ്, പരാജയപ്പെട്ടവർക്കല്ല. ആമ്പൽപ്പൂക്കൾ എടുത്തതിന് ശേഷമാണ് ഞാൻ മുങ്ങിപ്പോയത്. പൂക്കൾ പറിക്കണം എന്ന് മാത്രമല്ല നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അല്ലല്ലോ, പറിച്ചുകൊണ്ട് കരയ്ക്കെത്തുകയും വേണം. നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തുന്നതിനിടയ്ക്ക് എന്റെ കൈവശം ആമ്പൽപ്പൂക്കളുള്ളതായി ശ്രദ്ധിച്ചിരുന്നുവോ? ഇവയാണോ? ഇപ്പോൾ ബോധ്യമായല്ലോ. ഇനി എന്റെ പാരിതോഷികം തന്നാലും. നിങ്ങൾ ആരാണ്? എന്റെ അനുവാദം കൂടാതെ ഇവിടെ പ്രവേശിക്കാൻ എങ്ങനെ ധൈര്യം വന്നു? കുമാരി,
നാമാണ് അതിനനുമതി നൽകിയത്. ഇവർ എന്റെ കാവൽക്കാരാണ്. കാവലും കാവൽക്കാരും നിനക്ക് അധികാരമുള്ളിടത്ത് മതി. ഇതെന്റെ ഇടമാണ്. പിതാവ് എനിക്കായി നൽകിയ ഇടം ആയിരുന്നു. പിതാവിന്റെ സമ്മതത്തോടു കൂടിയാണ് ഞാനിത് ഇവർക്ക് നൽകിയത്. ചൂതാട്ടത്തിനും ജനങ്ങളെ ചിത്രവധം ചെയ്ത് ആഹ്ലാദിക്കുന്നതിനും നീ മറ്റൊരിടം കണ്ടെത്ത്. നമ്മുടെ കൊട്ടാരത്തിൽ ഇനി അത് അനുവദിക്കില്ല. കൊട്ടാരത്തിൽ നിനക്കുള്ള അവകാശം എനിക്കുമുണ്ട്. നിനക്കുള്ള പരാതി പിതാവിനെ അറിയിക്കുക. പരിഹാരം അദ്ദേഹം പറയട്ടെ. അവൾ പറയുന്നത് കാര്യമാക്കണ്ട. അരുന്ധതി, എന്റെ ഇരട്ട സഹോദരി, ഇരുവരും ഉടൻ തയ്യാറാകൂ. നമുക്കൊരിടം വരെ പോകേണ്ടതുണ്ട്. ദേവി, ഇത്രയും ദൂരം ഈ ഉള്ളവളെ കാണാൻ ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നു. എനിക്ക് എന്റെ ഉറ്റ തോഴിയെ കാണാൻ അറിയിപ്പ് വേണോ? നിന്റെ വിവാഹം അടുത്തില്ലേ? ഞാനൊരു സമ്മാനം നൽകുവാൻ വന്നതാണ്. ഇത് സ്വീകരിച്ചാലും. ഇത്രയും വിലപിടിപ്പുള്ള സമ്മാനം? ഇത് വെറും ഒരു ആഭരണമല്ലേ? നമ്മൾക്കിടയിലെ ബന്ധത്തിന് ഇതിനേക്കാൾ വിലയുണ്ട്. മടങ്ങിപ്പോകാനുള്ള സമയമായി. നിന്റെ വിവാഹത്തിന് എല്ലാ മംഗളങ്ങളും നേരുന്നു. കുമാരി, സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇവിടം എത്ര മനോഹരമാണ്. നിങ്ങളുടെ ഗ്രാമവും ഇതുപോലെ സുന്ദരമാണ്. അതെ, തടാകങ്ങളും അരുവികളും നാൽക്കാലികൾ ഏറെ സന്തോഷത്തോടു കൂടി മേയുന്ന പച്ചപ്പും ആർത്തുല്ലസിക്കുന്ന കുട്ടികളും ഏറെ മനോഹരമുള്ള കാഴ്ചകളാണ്. അത്രയും ആനന്ദകരമായ കാഴ്ചകൾ ഉപേക്ഷിച്ച് നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അതുപോട്ടെ, അവിടുത്തെ സ്ത്രീകളോ? അവരും ഈ കാഴ്ചകളൊക്കെ ആസ്വദിക്കാറുണ്ടോ? തീർച്ചയായും. ഭാഗ്യവതികൾ. ഒരുമിച്ച് ജനിച്ചിട്ടും എനിക്ക് കൂടി ലഭിക്കേണ്ടിയിരുന്ന ബഹുമാനവും ആദരവും അവൾക്ക് മാത്രം ലഭിച്ചു. ബാല്യം മുതൽ സകല സൗഭാഗ്യങ്ങളും അവൾക്ക് മാത്രം. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എനിക്ക് വാക്ക് തന്നതല്ലേ അവളെ ഇല്ലാതാക്കാമെന്ന്. തടാകത്തിൽ മുങ്ങിപ്പോകുന്നത് ഞങ്ങൾ കണ്ടുനിന്നതാണ്. അപ്പോഴാണ് ദേവി കടാക്ഷം പോലെ ആ രണ്ട് യുവാക്കൾ. നിർത്തിയാലും എനിക്ക് കേൾക്കേണ്ടത് ഈ ഒഴിവ് കഴിവുകളല്ല. ഞങ്ങൾക്കൊരല്പസമയം കൂടി തന്നാലും. ആരവിടെ? മറിഞ്ഞു നിൽക്കുന്നത് ആരായാലും മുഖം തരിക. താങ്കളോ? ക്ഷമിച്ചാലും കുമാരി, പള്ളിയറയിൽ നിന്ന് പുറപ്പെടുന്നത് കണ്ട് പിന്തുടർന്നതാണ്. നമ്മുടെ നീരാട്ടിന് കാവൽക്കാരോ? ഈ സമയത്ത് കുമാരി തനിച്ചിവിടെ? ബാല്യകാലം മനോഹരമാക്കി തീർത്തതിന് ഈ തടാകത്തിന് വലിയൊരു പങ്കുണ്ട്. ആ ഓർമ്മകൾ പിടിമുറുക്കുമ്പോൾ ഈ ഇടം എനിക്ക് സ്വർഗമായി തോന്നും. അനസൂയ, എൻ്റെ ഒറ്റ തോഴി, നാളെ അവളുടെ മാംഗല്യമാണ്. നമ്മുടെ സാന്നിധ്യം അവൾ ഏറെ ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ പോകുവാനോ അവളെ ആശീർവദിക്കുവാനോ എനിക്ക് അനുവാദമില്ല. അത്ഭുതം തോന്നുന്നു. ഒരു രാജകുമാരിക്ക് ആരുടെയെങ്കിലും അനുവാദം വേണം? അത്ഭുതം തോന്നാൻ മാത്രം ഈ രാജ്യത്ത് ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. നീ ഉറങ്ങുന്നില്ലേ? എനിക്കൊരിടം വരെ പോകുവാനുണ്ട്. കഴിഞ്ഞ രാത്രിയിലും നീ പുറപ്പെടുന്നത് കണ്ടല്ലോ. ബാല്യകാല സ്മരണകളായി വിറക്കാൻ കുമാരിക്കൊപ്പം. എന്താ? ബാക്കി വിശേഷങ്ങൾ തിരികെ വന്നതിന് ശേഷം പറയാം. കഴിഞ്ഞ രാത്രിയിൽ എന്നെ പിന്തുടർന്നു വന്നു. ഇന്നോ? ഇന്ന് ഈ ഇടം എനിക്കും ഒരു സ്വർഗമാണ്. കഴിഞ്ഞ രാത്രിയിലൊന്നും പൂർത്തിയാകാത്തതുപോലെ തോന്നി. കുമാരി ഇന്നും ഇവിടെ വരുമെന്ന് ഞാൻ അനുമാനിച്ചു. ഇന്നും മുഴുവനായില്ലല്ലോ. ബാക്കി നാളെ ആവാം. കുമാരിക്ക് ഇവിടെ വരുന്നതിന് എന്തെങ്കിലും കാരണം വേണ്ടേ? കുമാരി, അതാരാണെന്ന് നോക്കൂ. എന്റെ പ്രിയ സഹോദരിയുടെ ഉറ്റ തോഴി എന്താ ഈ വഴിക്ക്? കൊട്ടാരം നിന്നെ വിലക്കിയിരുന്ന കാര്യം മറന്നുപോയോ? അതോ എന്റെ വിവാഹം കഴിഞ്ഞു പോകുന്നതിന് മുൻപ് ദേവിയെ കണ്ട് യാത്ര ചോദിക്കാൻ ഇതെന്റെ ആഭരണമാണല്ലോ, നീ ഇതെങ്ങനെ കൈക്കലാക്കി? എന്താണിത്? മോഷണ ശ്രമം. എന്റെ വിലപിടിപ്പുള്ള ഈ ആഭരണം ഇവൾ മോഷ്ടിച്ചു. പിതാവെ, എന്നെ വിശ്വസിച്ചാലും ഇതൊന്നും സത്യമല്ല. ഈ ആഭരണം എന്റേതാണ്.
വിവാഹ സമ്മാനമായി ഞാനിത് ഇവൾക്ക് നൽകി. തോഴിയെ സംരക്ഷിക്കാൻ ദേവപുത്രി കളവ് പറയുന്നു. കേമോ. ഇവളുടെ ഈ മോഷണം ആദ്യ കഥയൊന്നുമല്ലല്ലോ. ചെറുപ്പം മുതലേ അതല്ലേ ശീലം. അരുന്ധതി, അന്ന് വിലക്കിയ ഇവൾ വീണ്ടും എന്തിനിവിടെ വന്നു? ഈ ആഭരണം നിന്റേതാണെന്ന് തെളിയിക്കാൻ സാധിക്കുമോ? പിതാവേ, ഈ ആരോപണം തികച്ചും ഇവളെ അവഹേളിക്കുന്നതിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്. ഈ ആഭരണം ഞാൻ ഇവൾക്ക് സമ്മാനമായി നൽകിയതാണ്. എന്നെ വിശ്വസിച്ചാലും അതിന് എന്ത് തെളിവാണുള്ളത്? കുമാരി പറഞ്ഞത് സത്യമാണ്. ഞാനും ജ്യേഷ്ഠനും അതിന് സാക്ഷികളായിരുന്നു. സഹോദരി അരുന്ധതിക്ക് ഇത്രയും വിദ്വേഷം ഉണ്ടാവാൻ കാരണം എന്താ? ചില ജന്മങ്ങൾ അങ്ങനെയാണ്. എനിക്കെന്തോ നേട്ടം ലഭിച്ചോ എന്ന തോന്നലാണ് കാരണം. പക്ഷെ ഞാൻ അനുഭവിക്കുന്നതിന്റെ ഭീകരാവസ്ഥ എനിക്ക് മാത്രമേ അറിയൂ. എപ്പോഴത്തെയും പോലെ കുമാരി ഇന്നും കാര്യങ്ങൾ വളച്ചൊടിക്കുന്നു. വ്യക്തമാക്കിയിരുന്നെങ്കിൽ. താങ്കളുമായുള്ള സൗഹൃദം ഞാൻ ഏറെ ആസ്വദിക്കുന്നുണ്ട്. അതിന് കോട്ടം സംഭവിക്കരുതെന്ന ആശയമുണ്ട്. അതുകൊണ്ട് കൂടുതലൊന്നും ചോദിക്കരുത്. അനുജ, നമുക്ക് സമയമില്ല. തിരികെ പോകേണ്ടതുണ്ട്. കുറച്ചു രാത്രിയിലെങ്കിലും നീ കുമാരിക്കൊപ്പം സമയം ചെലവഴിച്ചില്ലേ? അപ്പോഴെങ്കിലും നിനക്ക് നിന്റെ ഇഷ്ടം തുറന്നു പറയാമായിരുന്നു. എല്ലാം തുറന്നു പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ കുമാരി എന്തെല്ലാം ഒളിക്കുന്നു. എന്തൊക്കെയോ വിഷമമുള്ളതുപോലെ. ഈ അവസരത്തിൽ നമ്മുടെ ഇഷ്ടം തുറന്നു പറയുന്നത് ഉചിതമല്ലെന്നൊരു തോന്നൽ. കർഷകനായ താങ്കൾക്ക് ആയുധാഭ്യാസത്തിൽ ഇത്രയധികം പ്രാവീണ്യമോ? അത് വന്യമൃഗങ്ങളെ വേട്ടയാടാൻ. വന്യമൃഗങ്ങൾ വാളും പരിചയമായി യുദ്ധം ചെയ്യാറുണ്ടോ? അതുപോട്ടെ, ഈ വിദ്യ എന്നെ കൂടി പഠിപ്പിക്കാമോ? അതിനെന്താ? ഇപ്പോഴല്ല, തടാകത്തിനരികിൽ വെച്ച് കാണാം. ഓരോ കൂടിക്കാഴ്ചയും അവർക്കിടയിലെ സൗഹൃദം ഊട്ടിയുറപ്പിച്ചു. പരസ്പരം അടുത്തറിയാവുന്ന നല്ല ആത്മസുഹൃത്തുക്കളായി മാറി. ജ്യേഷ്ഠ, അനന്തൻ എവിടെ? ഇന്ന് കണ്ടില്ലല്ലോ. ഞാൻ വിചാരിച്ചു കുമാരിക്കൊപ്പമായിരിക്കുമെന്ന്. കുമാരി, ഈ വിളഞ്ഞു നിൽക്കുന്ന നെല്ലുകൾ ഏതിനമാണെന്ന് പറയൂ. ഒരു കർഷകനായ താങ്കൾക്ക് അതുപോലും അറിയില്ലേ? യുവരാജാക്കന്മാർ എന്തിനു വേണ്ടിയാണ് നമ്മുടെ രാജ്യത്ത് നിൽക്കുന്നത്? കൂടെ നിന്ന് ചതിക്കാനായിരുന്നോ സൗഹൃദമുണ്ടാക്കിയത്? അല്ല. അനന്തഗിരിയിലെ യുവരാജാക്കന്മാരാണെന്ന് ജ്യേഷ്ഠൻ പറഞ്ഞു. എന്തിനു വേണ്ടിയാണെന്നത് കുമാരൻ പറയുമത്രേ. പറയൂ, രാജരഹസ്യമാണോ അറിയേണ്ടത്? അല്ല, കുമാരിക്ക് വേണ്ടി. മറ്റൊരു ദൗത്യത്തിനായി പുറപ്പെട്ടതാണ്. എന്നാൽ ആദ്യ കാഴ്ചയിൽ തോന്നിയ പ്രണയം മറ്റെന്തിനേക്കാളും മഹത്വമുള്ളതായി തോന്നി. കുമാരി, പിതാവ് അയച്ച സന്ദേശം കുമാരി കാണാനിടയായി. സന്ദേശമോ? യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. നമുക്കുടനെ രാജ്യത്ത് തിരിച്ചെത്തണം. അതിനു മുൻപായി ഗദ്വാൾ രാജ്യത്തെ സഹായവും ലഭിക്കണം. നാളെ തന്നെ പുറപ്പെടാൻ തയ്യാറായിക്കൊള്ളൂ. എന്താണ് കുമാരി മുഖത്തൊരു ദുഃഖം? കുമാരിയെ സന്തോഷിപ്പിക്കാനുള്ള ഒരു കാര്യവുമായിട്ടാണ് ഞാൻ വന്നത്. നിശാഗന്ധി പൂക്കൾ ഒരു വനത്തിൽ മാത്രം കണ്ടുവരുന്നവ. രാത്രി കാലങ്ങളിൽ പുരുഷന്മാർ പോലും പോകുവാൻ ഭയപ്പെടുന്ന വനത്തിൽ പോയി ഈ പൂക്കൾ ശേഖരിക്കണം. എന്താ, പന്തയത്തിനുണ്ടോ? നാം ഇപ്പോൾ ഏറെ ദുഃഖിതയാണ്. പന്തയമെല്ലാം പിന്നീടാകാം. ഉൾവനം എന്ന് കേട്ടപ്പോൾ ദൈവപുത്രി വിറച്ചു കാണും. ഈ പന്തയമയക്കം ധൈര്യമുള്ളവർക്ക് ചേർന്നതാണ്. അതുകൊണ്ട് ഞാൻ ഏറ്റെടുക്കാം. നാം തയ്യാറാണ്. ഇന്ന് രാത്രിയിൽ തന്നെ. കുമാരി, പോകരുത്. ജ്യേഷ്ഠനൊപ്പം പോകുവാൻ നാം തീരുമാനിച്ചു. എന്നാൽ അതിനു മുൻപ് ഈ ഉള്ളവനെ സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം അറിയണമെന്നൊരാഗ്രഹം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ രാജ്യം തുടർച്ചയായി യുദ്ധവും കെടുതിയും വരൾച്ചയും നേരിട്ടുകൊണ്ടേയിരുന്നു. അതിനൊരു പരിഹാരമാർഗത്തിനായി രാജാവ് പല രാജ്യങ്ങളും പലായനം ചെയ്തു. ആ കാലങ്ങളിൽ കേട്ടുകേൾവി മാത്രമുണ്ടായിരുന്ന ദുർമന്ത്രവാദത്തെയും കൂട്ടുപിടിച്ചു. പ്രാർത്ഥനകൾ ഫലം കണ്ടു. പടിഞ്ഞാറേ ദേശത്തു നിന്നും കൊടിയ ശക്തിയുള്ള ഒരു യക്ഷിയെ രാജ്യത്തേക്ക് കൊണ്ടുവന്നു. രാജാവും പ്രജകളും ആ ശക്തിയെ ആരാധിച്ചു പോന്നു. പ്രാർത്ഥനയുടെ ഫലമെന്നോണം കെടുതിയിൽ നിന്നും വരൾച്ചയിൽ നിന്നും രാജ്യം മോചിതമായി. തുടർന്ന് നടന്ന എല്ലാ യുദ്ധങ്ങളിലും പടയാളികൾ നഷ്ടമായെങ്കിലും വിജയിച്ചുകൊണ്ടേയിരുന്നു. ആ നേട്ടങ്ങൾ എന്നും നിലനിൽക്കുന്നതിനായി യക്ഷിയെ ഉൾവനത്തിൽ കുടിയിരുത്തി.
അതിനെ പ്രീതിപ്പെടുത്തുന്നതിനായി എല്ലാ അമാവാസി നാളുകളിലും ഹോമങ്ങളും നരബലിയും നടത്തി. കാലക്രമേണ യക്ഷി സങ്കല്പം ദേവീ സങ്കല്പമായി മാറി. രാജ്യത്തിൻ്റെ ക്ഷേമവും ഐശ്വര്യവും ദേവി കടാക്ഷമാണെന്ന് വിലയിരുത്തി. രാജാവിൻ്റെ മരണശേഷവും ഇതെല്ലാം തുടരണമെന്ന് നിർദ്ദേശിച്ചെങ്കിലും അതിന് സാധിച്ചില്ല. അതിൻ്റെ ബാക്കി പത്രമായി രാജ്യം വീണ്ടും ദുരന്തങ്ങളെ നേരിട്ടു. പ്രശ്നപരിഹാരമായി ദേവീ സങ്കല്പത്തിന് ഉടൽ ആവശ്യമായി വന്നു. രാജപരമ്പരയിൽ കാർത്തിക നാളിൽ ജനിക്കുന്ന ആദ്യത്തെ പെൺകുഞ്ഞിനെ ദേവിയായി സങ്കല്പിക്കണമെന്നും രാജ്യത്തിൻ്റെ സംരക്ഷണം അവൾ ഏറ്റെടുക്കുമെന്നും എഴുതപ്പെട്ടു. നിർഭാഗ്യവശാൽ ആ പെൺകുട്ടി ഞാനായിരുന്നു. ഒന്നും വ്യക്തമായില്ല. ദേവി സങ്കല്പം അലങ്കരിക്കുന്നവർ പതിവ്രതയായിരിക്കണം. എനിക്ക് പ്രണയിക്കുവാനോ വിവാഹിതയാവാനോ സാധ്യമല്ല. ഞാൻ വിചാരിച്ചു കുമാരി പന്തയത്തിൽ നിന്നും പിന്മാറുമെന്ന്. ഇന്നത്തോടുകൂടി അവന്തികയുടെ കഥ കഴിയും. വേട്ടയാടുന്നവർ പോലും മുഴുവനത്തിൽ പോകാറില്ല. വന്യമൃഗങ്ങൾ സ്വൈരവിഹാരം നടത്തുന്ന കൊടുങ്കാട് ഇന്ന് അവളുടെ മരണക്കെണിയായി മാറും. ഏത് കെണിയിൽ നിന്നും രക്ഷപ്പെടുന്നവളാണ്. ഇത്തവണ അവൾ പുറത്തു വരരുത്. കുമാര, ഈ പന്തയം ചതിയാണ്, അപകടം നിറഞ്ഞത്. ഇതിൽ നിന്നും പിന്മാറിയാലും സാധ്യമല്ല. സ്വീകരിച്ചു കഴിഞ്ഞു. ഇനി പൂർത്തിയാകാതെ വിശ്രമമില്ല. എങ്കിൽ കുമാരിക്ക് വേണ്ടി പൂക്കൾ ഞാൻ പറിച്ചുകൊണ്ടുവരാം. പന്തയം എനിക്കുള്ളതാണ്. കൂട്ടുവരുന്നത് കൊണ്ട് വിരോധമില്ലല്ലോ. അപകടമാണെന്ന് അറിഞ്ഞിട്ടും എന്തിനാണ് ഈ പന്തയം? ഞാൻ ആനന്ദം കണ്ടെത്തുന്നത് ഇതിലൂടെയാണ്. അന്തരീക്ഷത്തിന്റെ ഭാവം പോലും മാറിക്കൊണ്ടിരിക്കുന്നു. കുമാരി, നമുക്ക് തിരികെ പോകാം. ധീരൻ ഒരിക്കലും സ്വന്തം ജീവൻ പോകുന്നതിനെ ചൊല്ലി ഭയപ്പെടാറില്ല. എനിക്ക് ഭയം കുമാരിയെ ഓർത്താണ്. സ്വന്തം സഹോദരി പോലും ശത്രുവായി കണക്കാക്കുമ്പോൾ. അതെന്റെ കാര്യമാണ്. നിങ്ങളതിൽ വ്യാകുലപ്പെടേണ്ട. ധീരയാണെന്ന് സ്വയം വിലയിരുത്തുന്ന മുഖംമൂടി അഴിഞ്ഞു വീണു. ഈ ചട്ടക്കൂടിനുള്ളിൽ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരു മനസ്സുണ്ട്. ബാല്യത്തിൽ എന്ന പോലെ എന്നോട് ഇടപഴകിയത് കൊണ്ടാകാം എനിക്കത് മനസ്സിലായത്. മതിയാക്കൂ. ഈ രാത്രി കൂടിയേ നമ്മുടെ സൗഹൃദത്തിന് പോലും വിലയുള്ളൂ. പിന്നീട് ഒരിക്കലും പരസ്പരം കാണുക പോലുമില്ല. എന്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടായിരിക്കുന്നു. സ്വന്തം രാജ്യത്തേക്ക് മടങ്ങുന്നുവെങ്കിൽ കൂടെ കുമാരിയും ഉണ്ടായിരിക്കും. സ്വന്തം രാജ്യം ഇത്രയധികം ഭീകരതയിലൂടെ കടന്നുപോയിട്ടും താങ്കൾ രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെന്ന് ഓർക്കുമ്പോൾ സഹതാപം തോന്നുന്നു. രാജ്യത്തെ സംരക്ഷിക്കാൻ ജ്യേഷ്ഠനടക്കം നിരവധി പേരുണ്ട്. കുമാരിയെ സംരക്ഷിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്കെന്തോ എന്റെ ജീവിത ലക്ഷ്യം പോലും ഇതാണെന്നൊരു തോന്നൽ. എനിക്ക് താങ്കളെ പ്രണയിക്കുവാൻ സാധ്യമല്ലെന്ന് അറിയിച്ചു കഴിഞ്ഞു. കുഞ്ഞുങ്ങൾ പോലും കേട്ടാൽ വിശ്വസിക്കാത്തൊരു കെട്ടുകഥയേക്കാൾ ഭേദമായിരുന്നു എന്നെ പ്രണയിക്കുന്നില്ലെന്ന സത്യത്തിന്. കുമാരി, ഞാനൊരു വഞ്ചകനല്ല, കെട്ടുകഥയിലെ ദേവിയല്ല. എൻ്റെ രാജകുമാരിയായി, നമ്മുടെ രാജ്യത്തിൻ്റെ രാജ്ഞിയായി കുമാരിയെ ഞാൻ കൊണ്ടുപോകാം. എന്നെ വിശ്വസിച്ചാലും. സത്യമാണോ? അതെ കുമാരി. അയാൾ കർഷകനല്ല, അനന്തഗിരിയിലെ യുവരാജാക്കന്മാരിൽ ഒരാൾ. അവന്തികയും അയാളും തമ്മിൽ പ്രണയത്തിലാണ്. വനത്തിൽ വെച്ച് അവർ പരസ്പരം ആലിംഗനം ചെയ്യുന്നതിന് ഞാൻ സാക്ഷിയായിരുന്നു. ഈ വിവരം ഉടൻ തന്നെ രാജാവിനെ അറിയിച്ചാലോ? അറിയിക്കാം. ഇപ്പോഴല്ല പാർവതി. ഇരുവരുടെയും നീക്കങ്ങൾ നീ എന്നെ അറിയിച്ചുകൊണ്ടേയിരിക്കണം. മനോഹരമായിരിക്കുന്നു. അയാൾ കുമാരിയുടെ പള്ളിയറയിൽ നിന്ന് പുറത്തു കടക്കുന്നത് ഞാൻ കണ്ടു. ഒരാൾ നേരത്തെ രക്ഷപ്പെട്ടു കഴിഞ്ഞു. ഇനിയും വൈകിപ്പിക്കുന്നതെന്തിനാ? എല്ലാം രാജാവിനെ അറിയിക്കണ്ടേ? അറിയിക്കണം. ഇപ്പോഴല്ല. ഒന്നും സംഭവിക്കില്ല. ഭയപ്പെടാതിരിക്കൂ. അവന്തിക, ഒരല്പസമയം എന്നോടൊപ്പം ചെലവഴിക്കാമോ? എന്തു പറ്റി? നമ്മുടെ പ്രവൃത്തികൾ തെറ്റാണെന്നൊരു തോന്നൽ. പൂർണ്ണ ആരോഗ്യവതിയായിരുന്ന മാതാവിന് ഇന്നലെ മുതൽ ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടു. മാറാരോഗത്തിന്റെ ലക്ഷണമാണെന്നാണ് വിലയിരുത്തൽ.
ഗ്രാമങ്ങളിൽ കന്നുകാലികൾ കൂട്ടമായി ചത്തൊടുങ്ങി. ജലലഭ്യത കുറഞ്ഞു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് സംഭവിച്ചതെല്ലാം വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്നു. കുമാരിയും ഈ കെട്ടുകഥകൾ വിശ്വസിക്കുകയാണോ? ഒരു യുവാവും യുവതിയും പൂർണ്ണ മനസ്സോടു കൂടി പ്രണയിക്കുന്നത് എങ്ങനെ പാപമാകും? എനിക്കുടനെ പുറപ്പെടണം. എങ്ങോട്ട്? ഗദ്വാൾ രാജ്യത്തിലേക്ക്. ജ്യേഷ്ഠൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. സഹായം അഭ്യർത്ഥിച്ചു തന്ന ജ്യേഷ്ഠനെ അവർ തടങ്കലിലാക്കി. കുമാര, ഞാൻ കാത്തിരിക്കൂ. ജ്യേഷ്ഠനുമായി ഞാൻ മടങ്ങി വരും. സ്വന്തം രാജ്യത്തേക്ക് മടങ്ങുന്നുവെങ്കിൽ അത് കുമാരിക്കൊപ്പമായിരിക്കും. വലിയ യുദ്ധം തന്നെ ഉണ്ടാകും. ഇരു രാജ്യമല്ല, ഈ ലോകം മുഴുവൻ എതിർത്താലും കുമാരിയെ ഞാൻ കൊണ്ടുപോയിരിക്കും. കുമാര, അദ്ദേഹത്തെ വെറുതെ വിടൂ. ഒരു രാജ്യദ്രോഹിയെ വെറുതെ വിടാനോ? പുത്രി, നാം കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു. രാജ്യരഹസ്യങ്ങൾ ചോർത്താനെത്തിയ ചാരനണിയാൾ ഒപ്പമുണ്ടായിരുന്ന കൂട്ടാളി രക്ഷപ്പെട്ടു കഴിഞ്ഞു. കടന്നു കളയാൻ ശ്രമിക്കവെയാണ് പിടികൂടിയത്. അങ്ങ് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. ഇതൊന്നും സത്യമല്ല. കുമാരി, നമ്മെ മോചിപ്പിച്ചാലും. നമ്മുടെ രാജ്യത്ത് നുഴഞ്ഞു കയറി ആൾമാറാട്ടം നടത്തി ഇത്രയും നാൾ രഹസ്യങ്ങൾ ഓരോന്നായി ചുരണ്ടിയെടുത്തിട്ട് ഇപ്പോൾ മോചിതനാക്കണമെന്നോ? കാപട്യം നിറഞ്ഞ വെറും ഒരു കർഷകന് വേണ്ടി സഹോദരി വാദിക്കുന്നത് എന്തിനെ? ഇദ്ദേഹം വെറും ഒരു കർഷകനല്ല, അനന്തഗിരിയിലെ യുവരാജാവാണ്. യുവരാജാവിന് നമ്മുടെ രാജ്യത്ത് വിളവെടുപ്പോ? സത്യമാണ്, നമ്മെ വിശ്വസിച്ചാലും. ശരി, എങ്കിൽ താങ്കൾ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം കൂടി വെളിപ്പെടുത്തിയാലും. എന്താ, ഭയമാണോ? എങ്കിൽ നാം തന്നെ പറയാം. പിതാവേ, അങ്ങയുടെ സൽപുത്രി ഈ യുവാവുമായി പ്രണയത്തിലാണ്. അരുന്ധതി, സ്വന്തം സഹോദരിയെ കുറിച്ച് അപവാദങ്ങൾ മെനയുന്നുവോ? എന്റെ പക്കൽ സാക്ഷികളുണ്ട്. പാർവതി, ഇയാൾ ദേവിയുടെ പള്ളേറയിൽ നിന്നും അസമയത്ത് പുറത്തു വരുന്നത് പലതവണയും കണ്ടിരുന്നു. ഭയം കാരണമാണ് ഇത്രയും നാൾ മറച്ചു വെച്ചത്. സത്യമാണ്, കുമാരനുമായി നാം പ്രണയത്തിലാണ്. വഞ്ചകി, രാജ്യം നശിപ്പിക്കുന്നതിന് നീ കൂട്ടുനിന്നു. ഒരിക്കലുമില്ല. തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തെ നാം പ്രണയിച്ചത്. അതിനുള്ള ശിക്ഷ എന്തു തന്നെയായാലും നേരിടാൻ ഒരുക്കമാണ്. എന്നാൽ ഇദ്ദേഹത്തെ മാത്രം വെറുതെ വിടണം. നാടിന്റെ ധർമ്മം കളങ്കപ്പെടുത്തിയവനെ നാം ക്ഷമിക്കേണ്ടതില്ല. ശിരച്ഛേദം തന്നെയാണ് ന്യായം. ആ നടുക്കുന്ന വിട്ട് ഹൃദയങ്ങളിൽ നീതി ഉറപ്പാക്കും. ഇവന്റെ തല ജനമധ്യ വീണിരിക്കട്ടെ. പാടില്ല. അദ്ദേഹം കേവലം ഒരു കുറ്റവാളിയല്ല, രാജസിംഹാസനത്തിന്റെ അവകാശിയാണ്. ഇദ്ദേഹത്തിന്റെ മരണം ഒരു യുദ്ധത്തെയാണ് വിളിച്ചൊതുക. നമുക്ക് താങ്ങാനാകാത്തൊരു യുദ്ധം. പേടിച്ചോടി ഒളിക്കണോ? അത് കാണുമ്പോൾ ഏറ്റവും വലിയ അപമാനം രാജ്യം സ്വയം അനുഭവിക്കുന്നു. നീതിക്ക് മുമ്പിൽ പേടിക്ക് അർഹതയില്ല, ലജ്ജയാണ്. ഇത്ര വലിയ പാപം ചെയ്ത ഇയാളുടെ ശിക്ഷ ഇവിടെയാണ്, ഇപ്പോൾ ഞാൻ തന്നെ നടപ്പിലാക്കും. അരുന്ധതി, കുമാരി, അവിവേകമാണ് നീ ചെയ്തത്. കുറ്റം ചെയ്തു എന്നതിന്റെ ലക്ഷ്യത്തിൽ നീതി തന്നെ മറക്കരുത്. നമുക്ക് ശിക്ഷിക്കാം, എന്നാൽ അതിന് പാടില്ലാത്ത സമയവും സ്ഥലവും ഉണ്ടാകും. നീ അത് കടന്നാൽ നീയും അവനെ പോലെ ചോര കൊണ്ട് എഴുതപ്പെടും. ഭയപ്പെടുത്തുകയാണോ? സ്വന്തം സഹോദരിയെ വധിച്ച് രാജപദവി നേടിയെടുത്തൊരു ക്രൂരിയായി പിന്നീട് ചരിത്രത്തിലെ കുറവുകൾക്കിടയിൽ വാഴ്ത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് രാജ്യത്തിന് വേണ്ടിയുള്ള പോരാളിയായി, നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന സ്ത്രീയായിട്ടാകട്ടെ എന്റെ പേര് നിലനിൽക്കുന്നത്. അതിനുവേണ്ടി മാത്രമല്ല ഞാനിത് ചെയ്തത്. ഇവന്റെ മരണശേഷം നീ ജീവിതത്തിൽ നീതിയുടെ മുഖം നോക്കാനാകാതെ കുറ്റബോധം പേരി ജീവിക്കണം. സ്വതന്ത്രയായ കുറ്റവാളിയായി നീ സ്വയം ശിക്ഷിക്കപ്പെടണം. കുമാര, ഇഷാൻ, നന്ദുട്ടാ, ഇഷാൻ, ഇഷാൻ. ഡോക്ടർ. ഹീസ് ഓൾറൈറ്റ്, പേടിക്കാനൊന്നുമില്ല. ഈ ഇഷാൻ ആരായാലും അയാളൊന്ന് വന്ന് കാണാൻ പറയൂ. അവൻ വന്നിട്ടില്ല, ഇനി വരിയില്ല. അവൻ്റെ പാരൻസിനൊപ്പം പോയോ? ഇല്ല, അവരവനെ കൊണ്ടുപോകാൻ കുറേ ശ്രമിച്ചു, പക്ഷെ പോയില്ല. ഇവിടെ നിന്നാകെ പ്രശ്നമാവുന്നുള്ളതുകൊണ്ട് കൂടുതൽ നിർബന്ധിക്കാൻ നിന്നില്ല.
നിനക്കിതൊക്കെ സംഭവിച്ചത് അവൻ കാരണമാണെന്ന് പറഞ്ഞ് മുറിക്കകത്ത് തന്നെ ഇരിപ്പാ. ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി, ബട്ട് നീ എന്താ ഇവിടെ? അവനെവിടെ? മുറിയിലുണ്ട്. ഇഷാൻ, ഇഷാൻ, നീ ഡോറ് തുറക്ക്. എനിക്കറിയാം നീ കേൾക്കുന്നുണ്ടെന്ന്. എന്നെ ഒന്ന് കാണണമെന്ന് ഒരിക്കൽ പോലും നിനക്ക് തോന്നിയില്ലല്ലോ. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ചാടിയതാ നിന്നെ കാണാൻ. കണ്ടിട്ടേ പോകൂ. ഡോറ് തുറക്കുന്നവരെ ഇവിടെ തന്നെ കിടക്കാൻ പോവാ. അവിടെ കിടന്ന് ചാവുന്നതിലും ഭേദം എവിടെ കിടക്കുന്നതാ. സോറി, ഐ ആം സോറി. ഞാൻ കാരണം നിനക്ക്. അവളൊരു പാവാ, പക്ഷെ അറിയാതെ സംഭവിച്ചതാടാ. എനിക്കറിയാം, ഇതൊന്നും നിന്റെ അവളുടെയോ തെറ്റല്ല. നമ്മുടെ വിധിയാണ്. അത് നിന്നെ കൊണ്ടെന്നല്ല ആരെ കൊണ്ട് മാറ്റാൻ കഴിയില്ല. നിന്നെ എന്നെ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് മാത്രം. ഈ ജന്മം അവസാനം വരെ ഒരുമിച്ച് തന്നെ ഉണ്ടാവണം. പ്ലീസ്. കുമാരന്റെ മരണ ദിവസം തന്നെ കുമാരി തീരെ ചാടി ആത്മഹത്യ ചെയ്തു. മരിക്കുന്നതിന് മുൻപ് തങ്ങളുടെ പ്രണയം പൂർത്തിയാകുന്നതുവരെ പുനർജനിക്കുമെന്നും തന്റെ പ്രാണനെ നഷ്ടപ്പെടുത്തിയ രാജ്യം നശിക്കുമെന്നും വിധി എഴുതി. തുടർന്ന് നടന്ന യുദ്ധത്തിൽ രാജ്യം കത്തിയമർന്നു. പ്രണയ സാഫല്യത്തിനായി ഇരുവരും പുനർജനിച്ചുകൊണ്ടേയിരുന്നു. നമ്മുടെ കഴിഞ്ഞ ജന്മം എന്താണെന്നറിയോ? നീ ഒരു പനിനീർ പൂവും ഞാനൊരു തേനീച്ചയും. പോടാ. സത്യം. പക്ഷെ നിനക്ക് 2 ദിവസത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പക്ഷേ നമ്മൾ തമ്മിൽ കണ്ടില്ലായിരുന്നെങ്കിലോ, പരസ്പരം പ്രണയിക്കാതെ ഇരുന്നെങ്കിലോ? നമുക്ക് വേണ്ടി നമ്മൾ വീണ്ടും ഇങ്ങനെ പുനർജനിച്ചുകൊണ്ടേയിരിക്കും. Until we meet again and again.